Hotel Joyce Palace Focus. This program is sponsored by Happy Land Water Theme Park Thiruvananthapuram, Regent Lake Palace Hotel, Neendakara, Kollam, Kerala. Periyar Rice, Samson and Sons, Builders and Developers, Trivandrum. Feltron, the future is on. Greeting Al Madina Group, door to freshness. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫോക്കസിന് മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. സാംസങ് ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി ഗെയിം ഷോ കണ്ടിട്ട് തിരിച്ചു വരാം. നമസ്കാരം. സാംസങ് ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന ഫോക്കസിന്റെ പാർപ്പിടം എന്ന സെഗ്മെന്റ് ഇപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ പോത്തീസിലാണ്. വിശാലമായ ഷോറൂമാണ് പോത്തീസ് എന്ന് പറയുന്നത്. കാരണം ഓരോ നിലയിലും ഓരോ തരം ആൾക്കാർ അവരുടെ ഇഷ്ടത്തിനാണെങ്കിൽ സാരികളായിരുന്നാലും അതുപോലെ തന്നെ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളായാലും കുട്ടികളുടെ ഡ്രസ്സുകളായിരുന്നാലും ജെൻസിന്റെ സെക്ഷൻ ആയിരുന്നാലും ഓരോ സെക്ഷനിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആ തിരക്കിനിടയിൽ നിന്ന് കുറച്ച് പേര് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇവരെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ചേട്ടാ പേരെന്താണ്? രാധാകൃഷ്ണൻ ശിവൻ. രാധാകൃഷ്ണൻ ശിവൻ. ശിവൻ. ഓക്കെ, രാധാകൃഷ്ണൻ ഉണ്ട്, ശിവനും ഉണ്ട്. രാധാകൃഷ്ണൻ വിളിക്കാം. എന്താണ് വീട്ടിൽ അങ്ങനെ ഒരു പേരിടാനുള്ള കാരണം? അല്ല, അച്ഛന്റെ പേര് ചേർത്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൂ. ഓക്കെ, രാധാകൃഷ്ണൻ ശിവൻ എന്നാണ് ചേട്ടന്റെ പേര്. എന്ത് ചെയ്യുന്നു ചേട്ടൻ? ഞാനൊരു വാസ്തു കൺസൾട്ടന്റ് ആണ്. വാസ്തു കൺസൾട്ടന്റ് ആണ്. ഓക്കെ, പേര്? കെവിൻ. ഓക്കെ. നാൻസി. നാൻസി. ഓക്കെ. ഷബു. ഷറഫുദ്ദീൻ. എവിടെ എന്താ ജോലി ചെയ്യുന്നത്? കാനറ ബാങ്കിലാണ്. ഓക്കെ, കാനറ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ഈ ഫാമിലീസിനെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഒപ്പം ഇവിടെ ഒരു നമ്മുടെ വീടിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് സെലക്ട് ചെയ്തു തരുന്ന ആളെന്ന് പറയുന്നത് വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളാണ്. പ്രത്യേകിച്ച് ഒരു വീട് വയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും തിരഞ്ഞെടുക്കേണ്ടത്? എന്താണ് അവർ ആദ്യം നോക്കേണ്ടത്? പ്രധാനമായിട്ടും ഭൂമി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അതിന് ഉചിതമായിട്ടുള്ള ഭൂമി ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് വാസ്തുവില്. അതനുസരിച്ചുകൊണ്ട് ഭൂമി തിരഞ്ഞെടുക്കുക. പിന്നെ വാസ്തുശാസ്ത്രം അനുസരിച്ച് ചില കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ആ കണക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ഉത്തമമായിട്ടുള്ള ഗൃഹത്തിന്റെ പ്ലാൻ തയ്യാറാക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പ്രധാനപ്പെട്ട ഒരു വീടിന്റെ പൂജാമുറി ആയിരുന്നാലും അതുപോലെ തന്നെ വീടിന്റെ കിണർ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും തന്നെ ക്രമീകരിക്കുന്നതിന് നിർമ്മിക്കുന്നതിന് അതിനു മുമ്പ് വാസ്തുവിന്റെ ഒരു കൺസൾട്ടേഷൻ അത്യാവശ്യമാണോ? പ്രത്യേകമായിട്ടും വീട്ടിലെ ഇപ്പൊ പ്രത്യേകിച്ച് കിണറാണെങ്കിൽ നമുക്ക് ഒരു തവണയാണ് അതിൽ സ്ഥാനം കണ്ടെത്തേണ്ടത്. അപ്പൊ ആ സമയത്ത് അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഓരോ ഭൂമിക്ക് അനുസരിച്ചുകൊണ്ട് സ്ഥാനം ആദ്യം നമ്മൾ നിർണ്ണയിക്കണം. ഈ ഇന്നത്തെ ഒരു കാലത്ത് ഈ ഹിന്ദു ട്രഡീഷൻ വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രമാണോ അതോ എല്ലാ മതത്തിൽപ്പെട്ടവരും വാസ്തുവിനെ കൺസൾട്ട് ചെയ്യാറുണ്ടോ? എനിക്ക് തോന്നുന്നത് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരെക്കാൾ കൂടുതൽ അന്യമതസ്ഥരാണ് കൂടുതൽ ഇപ്പോൾ അതിലേക്ക് വരുന്നത് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് എന്താ പറയാ, ഒരു വിശ്വാസം മാത്രമാണ്. മറ്റു മതസ്ഥർ ഇതിലെ ശാസ്ത്രത്തെയും സയൻസിനെയും കണ്ടെത്തിയിട്ട് ഇതിലേക്ക് വരുന്നതാണ് എനിക്ക്. ഓക്കെ. ഒപ്പം കാനറ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം ഹോം ലോൺസ് ഒക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ടോ ബാങ്ക്സ്? കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഇൻട്രസ്റ്റ് ഇപ്പൊ നമ്മള് സാധാരണ നാഷണലൈസ്ഡ് ബാങ്ക്സ് ആകുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണോ? ഏറ്റവും കുറവാണ്. മാത്രമല്ല കാനറ ബാങ്കാണ് ഇപ്പോ ഈ സെക്ടറിൽ തന്നെ ഏറ്റവും കോമ്പറ്റേറ്റീവ് റേറ്റ് കൊടുക്കുന്നത്. ഇപ്പൊ 9.95 ഏറ്റവും കുറഞ്ഞ റേറ്റ് കൂട്ടിയുന്നത് കാനറ ബാങ്കാണ്. ഇപ്പൊ പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് ആണ്. കാരണം വീടിന്റെ കാര്യമാകുമ്പോൾ പ്രത്യേകിച്ച് സാംസങ് ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന ഈ ഒരു ഷോയ്ക്കകത്ത് പാർപ്പിടം എന്നുള്ള സെഗ്മെന്റിൽ നമ്മൾ വാസ്തു വിദഗ്ധനെ കണ്ടു. അപ്പം കാനറ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആ സാറിനെ കാണുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വീട് വയ്ക്കാനാണോ ലോൺ കൊടുക്കുന്നത് അതോ സ്ഥലം വാങ്ങിക്കാനോ ലോൺ കൊടുക്കുമോ? ബോത്ത്. നമുക്ക് വീട് വെച്ചിട്ട് വീട് വെക്കാനായിട്ടുള്ള സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ അതിനും കൂടെ ചേർത്തിട്ട് കൊടുക്കും. ഓക്കെ, രണ്ടും കൂടി കൊടുക്കാറുണ്ട്. അതിൽ ചില നിബന്ധനകളൊക്കെ കാണുമല്ലോ? നിബന്ധനകളുണ്ട്. ഓക്കെ. വീടിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ കാര്യങ്ങൾ പണിത് തീർക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം ആവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് നമുക്ക് ഒരു ലോണാണ്. ലോൺ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ വാസ്തു വിദഗ്ധന്റെ അടുത്ത് പോയി കാര്യങ്ങൾ ചെയ്യണം. എന്തായാലും ലോണിന്റെയും വാസ്തുവിന്റെയും ആൾക്കാരൊക്കെ ഇവിടെ സജീവമാണ്. അപ്പോൾ ഇവരോടുള്ള നമ്മുടെ ആ ചെറിയ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചോദ്യം ഇതാണ്, വളരെ ഈസി ആയിട്ടുള്ള കാര്യം. തല തിരിച്ചിട്ടാൽ വലുതാകുന്നത് എന്താണ്? തല തിരിച്ചിട്ടാൽ വലുതാകുന്നത് എന്താണ്? കാരണം വാസ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കാരണം കിണർ നമ്മൾ ഇവിടെ മാറ്റി എവിടെയെങ്കിലും വച്ചു കഴിഞ്ഞാൽ പണിത് കഴിഞ്ഞാൽ പ്രശ്നമാണ്, അല്ലേ? അതുപോലെ തന്നെ കുസൃതി ചോദ്യമല്ല, കുസൃതി ചോദ്യമായിട്ട് വേണമെങ്കിലും കണക്കാക്കാം. അതുപോലെ തന്നെ പൂജാമുറി മാറ്റിയാലും പാർപ്പിടത്തിനകത്ത് വളരെയധികം പ്രശ്നമാണ്. തല തിരിച്ചിട്ടാൽ വലുതാകുന്നത് എന്താണ്? പ്രത്യേകിച്ച് കണക്ക് കൂട്ടലുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 രൂപയ്ക്ക് വരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സംഭവമാണ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ തല തിരിച്ചിട്ടാൽ വലുതാകുന്നത് എന്താണ്? ക്ലൂ ഉണ്ട്. തല തിരിച്ചിട്ടാൽ വലുതാകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
ബാങ്കുമായി ബന്ധപ്പെട്ട ഒന്നാണ്. എന്താണ് ആൻസർ? ഒരു അക്കം 6. എന്താ മനസ്സിലായില്ല, ഏതാണ്? പെരിയാറാണോ? 9 ആവും. എങ്ങനെ 6 എന്നുള്ള സംഖ്യ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 9 ആവും. ഓക്കെ, ഇവിടെ ആദ്യം പറഞ്ഞ ആൻസർ ഏതാണ്? വേറെന്താണ്? 6 തന്നെയാണോ പറഞ്ഞത്? ഓക്കെ, നമ്മുടെ ചോദ്യം വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു. എന്ത് തിരിച്ചിട്ടാലാണ് വലുതാകുന്നത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം ഒരു അക്കമായിരുന്നു. 6നെ തിരിച്ചിട്ടാൽ അത് 9 ആകും എന്നുള്ള കാര്യം. ഒപ്പം രണ്ടുപേര് ആദ്യം മാഡം പറഞ്ഞിട്ടത് പറയാൻ വേണ്ടി വിസമ്മതിച്ചു. ഒപ്പം ഇവിടെ അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യുകയും ചെയ്തു. ഇനി വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു പാർപ്പിടവുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. പാർപ്പിടം എന്നുള്ള കാര്യം നമ്മൾ പണിയുമ്പോൾ ഫ്ലാറ്റ് ആയിരുന്നാലും അതുപോലെ തന്നെ വീടായിരുന്നാലും തറ പണിയുമ്പോൾ എന്തൊക്കെ ഉപയോഗിച്ച് പണിയാം എന്നുള്ളത് പെട്ടെന്ന് പറയുക. തറ എങ്ങനെയൊക്കെ പണിയാം? മാർബിള്, പെട്ടെന്ന്. മൊസൈക്ക്, ടൈൽസ്, ഓക്കെ, ഗ്രാനൈറ്റ്. 4 കാര്യങ്ങൾ പറഞ്ഞു. കൂടുതൽ പറയുന്നവരാണ് റെഡ് ഓക്സൈഡ്. 5. മാർബണൈറ്റ്. ഇവിടെ ചാണകം മെഴുകാം, മണ്ണ് കൊണ്ട് പണിയാം, ടൈൽസ് ഇടാം, ഗ്രാനൈറ്റ് ഇടാം, മാർബിൾ ഇടാം, മാർബണൈറ്റ് ഇടാം. ഓക്കെ, പുതിയ രീതിയിൽ നമുക്ക് വുഡൻ ഫ്ലോറിംഗ് കൊടുക്കാം. ഗ്ലാസ് ടൈൽസ് ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങുന്നുണ്ട്. അതല്ലാതെ നമുക്ക് സാധാരണ കളിമണ്ണ് കൊണ്ടുള്ള ഇഷ്ടിക ഉണ്ട്. ഇപ്പോൾ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ വെറുതെ മണ്ണ് കൊണ്ട് നിർമ്മിക്കാം. അതിന് മുകളിൽ ചാണകം മെഴുകാം, അങ്ങനെയും ഉപയോഗിക്കാം. ട്രിവാൻഡ്രത്ത് നിന്ന് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള വഴി ചോദിച്ചാൽ പാളയം പട്ടം മെഡിക്കൽ കോളേജ് ഉള്ളൂർ പോകുമ്പോൾ ശ്രീകാര്യം അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് മണ്ണുള്ള അരശുമൂട് ആ ബസ്സിൽ കയറി നേരെ പോയാൽ അതിലേക്ക് 3ാമത്തെ സ്റ്റോപ്പിന് മുമ്പ് ഇറങ്ങാമെന്ന് പറയുന്ന പോലെയാണ് ഇവിടെ നിർത്തി പറയുന്നത്. സാറ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ. മണ്ണും മൺകട്ടയും ഒന്നും ഒരിക്കലും ലോൺ ഇപ്പോഴത്തെ കാലത്ത് അപ്രൂവൽ ആവത്തില്ലല്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. പക്ഷേ വാസ്തു വിദഗ്ധൻ ചിലരോട് പറയും ചാണകം മെഴുകാനോ അല്ലെന്നുണ്ടെങ്കിൽ മണ്ണ് കൊണ്ട് വീടുണ്ടാക്കാനോ. എനിവേ രണ്ടുപേരും ഇവരെല്ലാവരും തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇനി ഇവർക്കുള്ള സമ്മാനങ്ങളാണ് നൽകുന്നത്. വിന്നേഴ്സിന് സമ്മാനം നൽകിയാണ് ചേട്ടന് വാസ്തു വിദഗ്ധൻ എന്തായാലും വീട്ടിലെ പെരിയാർ നൽകുന്ന സമ്മാനം. ഒപ്പം കൃത്യമായ ഉത്തരം പറഞ്ഞ മാമിന് പാർക്കാട് ജോൾസ് നൽകുന്ന സമ്മാനം. സമ്മാനങ്ങൾ ഇവിടെ അവശേഷിക്കുമ്പോൾ എന്തായാലും വ്യത്യസ്തമായ ഗെയിമുമായി വ്യത്യസ്തമായ ചോദ്യങ്ങളുമായെല്ലാം അടുത്ത ആഴ്ച മറ്റ് കുടുംബ പ്രേക്ഷകരെ കണ്ടുമുട്ടാം. അനിൽ ദിസ് ഇസ് പ്രതീഷ് ശേഖർ സൈനിങ് ഓഫ്. ബൈ. Welcome to Regent Lake Palace Hotel. You're here at the Regent Lake Village on the Ashtamuri Lake on the island. So all of you come and enjoy this nature's beauty. Regent Lake Palace Hotel, Neendakara, Kollam, Kerala. Feltron, the future is on. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. നിങ്ങളുടെ മനസ്സും ശരീരവും ഉണർവുള്ളതാക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷം ഹോട്ടൽ ജോയ്സ് പാലസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ജോയ്സ് പാലസ്, ഹൈ ലക്ഷറി ബിസിനസ് ഹോട്ടൽ, TB റോഡ്, തൃശൂർ. കോസ്മോപോളിറ്റൻ മെഡിക്കൽ സെന്റർ ഹെൽത്ത് പ്ലസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് പ്ലസിൽ നമ്മോടൊപ്പമുള്ളത് ദുബായിലെ കോസ്മോപോളിറ്റൻ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ MT ജയശങ്കറാണ്. He specialized in internal medicine with a special interest in sleep medicine. ഇന്ന് ഡോക്ടർക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. നമസ്കാരം. ഇന്റേണൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഒരു ധാരണ ശരിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇന്റേണൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ MD ജനറൽ ഇന്റേണൽ മെഡിസിൻ പാസ്സായ ഡോക്ടർമാരാണ്. അത് പൊതുവെ അമേരിക്കയിലെ ഇന്റേണൽ മെഡിസിൻ എന്നും ഇംഗ്ലണ്ടിൽ ജനറൽ ഇന്റേണൽ മെഡിസിൻ എന്നും ഇന്ത്യയിൽ ജനറൽ മെഡിസിൻ എന്നും 3 തരത്തിലാണ് പറയുന്നത്. ഇതെല്ലാനും ഒന്ന് തന്നെയാണ്.
പൊതുവെ ഞങ്ങൾ ചികിത്സിക്കുന്ന രോഗങ്ങൾ ബ്ലഡ് പ്രഷർ, ഡയബറ്റിസ്, ആസ്മ, അതേപോലെ ന്യൂറോളജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വയറ് സംബന്ധമായിട്ടുള്ള ദഹനേന്ദ്രിയം സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെയുള്ള വിവിധ തരം അസുഖങ്ങൾ ഞങ്ങൾ ചികിത്സിക്കും. അത് കൂടാതെ പൊതുവേ ഉണ്ടാവുന്ന ഒരു പ്രധാന ലക്ഷണമാണ് ഉറക്കത്തിൻ്റേതായിട്ടുള്ള അസുഖങ്ങൾ. അത് പൊതുവെ കണ്ടുവരുന്നത് 3 തരത്തിലാണ്. പല രോഗികളും പറയുന്നത് എനിക്ക് ഉറക്കം വരുന്നില്ല ഡോക്ടറെ, ഉറങ്ങാൻ കിടന്നാൽ വളരെ സമയം കഴിഞ്ഞിട്ടേ ഉറക്കം വരികയുള്ളൂ. അതുമല്ലെങ്കിൽ ഉറക്കം തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഉറക്കം ഉണർന്നിട്ട് വീണ്ടും ഉറങ്ങാൻ പറ്റാതെ വരുന്നു. രണ്ടാമതായിട്ട് ഉണ്ടാവുന്നത് പകൽ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ഡോക്ടറെ, പകൽ അനങ്ങാതിരുന്ന ഉറക്കം വരും, ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരും, എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരും, അങ്ങനെ പകൽ ഉറക്കം വരുന്ന ഒരവസ്ഥ. മൂന്നാമതായിട്ടുണ്ടാവുന്നത് ഉറങ്ങുന്ന സമയത്ത് ഞാൻ കൂർക്കം വലിക്കുന്നു എന്നെൻ്റെ ഭാര്യ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ കൈകാലിട്ട് അടിക്കുന്നു, അല്ലെങ്കിൽ അബ്നോർമലായിട്ടുള്ള ചില ചേഷ്ടകൾ കാണിക്കുന്നു എന്നെൻ്റെ ഭാര്യ പറയുന്നു, അല്ലെങ്കിൽ എന്നെൻ്റെ ഭർത്താവ് പറയുന്നു എന്നാണ് രോഗികൾ പൊതുവെ പറയാറ്. ഇത് ശരിയായി വിശകലനം ചെയ്തു കഴിഞ്ഞ് മാത്രമേ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് പൊതുവെ മനസ്സിലാവുകയുള്ളൂ. ദുബായിലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ ഉറക്കത്തിൻ്റെ അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്കൊരു വിശകലനം ചെയ്യാം. ഇവിടെ വന്നതിന് ശേഷം, ഞാനിവിടെ വന്നിട്ട് ഒരു 2 വർഷമായി, ഇവിടെ വന്നതിന് ശേഷം വളരെയധികം ആളുകൾ ഉറക്ക സംബന്ധമായിട്ടുള്ള അസുഖമായിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. അത് ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളുടെ ഒരു പ്രത്യേകതയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടുത്തെ ഒരു ജീവിത ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂറും വെളിച്ചമുള്ള ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഒരു 24 hour സൊസൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ നോർമലി സർക്കേഡിയൻ റിതം അല്ലെങ്കിൽ സൂര്യപ്രകാശം ഉണ്ടാവുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഉറക്കം വരുന്നത്. സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉണരുകയും ആ സൂര്യകിരണങ്ങൾ നമ്മളുടെ കണ്ണിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഇൻറ്റേർണൽ ക്ലോക്കിനെ സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സന്ധ്യ മയങ്ങുമ്പോൾ അത് നമ്മളുടെ ബ്രെയിനിൻ്റെ പുറകുവശത്തായിട്ടുള്ള ഒരു പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡിൽ നിന്ന് ഒരു ഹോർമോൺ മെലറ്റോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ടാവുകയും അത് നമ്മളെ ഉറക്കത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 24 hour സൊസൈറ്റി അല്ലെങ്കിൽ 24 മണിക്കൂർ നമ്മൾ വെളിച്ചത്തിൽ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ ഇറഗുലർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഉറക്കം വരുന്നത് വളരെ ലേറ്റാവും. ഉറക്കം വന്നാൽ തന്നെ അത് ആ ഒരു സർക്കേഡിയൻ റിതം കീപ്പ് ചെയ്യില്ല. അതാണ് പ്രധാനമായിട്ട് കാണുന്ന ഇവിടുത്തെ ഒരു അസുഖം. ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരിക, ഒരു ട്രാഫിക് സിഗ്നലിൽ ഒരു 1-2 മിനിറ്റ് നിർത്തിക്കഴിഞ്ഞാൽ അന്നേരം ഉറക്കം വരിക. പകലുറക്കം കൂടുതലായിട്ട് തോന്നുന്ന വ്യക്തികൾക്ക് പൊതുവേ ഉണ്ടാവുന്നത് ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പറയുന്നത് 3 തുടങ്ങി 6 ഇരട്ടി വരെ സാധ്യത കൂടുതലാണ് ഒരു ഉറക്കം നോർമലായിട്ടുള്ള വ്യക്തിയും അല്ലാത്ത വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിൽ നമ്മളുടെ ശ്രദ്ധ ശരിയായ രീതിയിൽ പതിയാതിരിക്കുക, കണക്ക് കൂട്ടുമ്പോൾ അതിൽ തെറ്റുപറ്റുക, മെമ്മറി ലാപ്സസ് ഉണ്ടാവുക, പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, ഇതൊക്കെ ഉറക്ക ക്ഷീണം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുടെ ലക്ഷണങ്ങളാണ്. Feltron, the future is on. Dwaraka Vegetarian Restaurant, Sharjah. Friday and Saturday breakfast buffet. വെറും 19 dirhams മാത്രം. ഫോൺ 0657335995. മുടക്കുന്ന തുകയ്ക്ക് വ്യക്തമായ മൂല്യം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഷോപ്പിംഗിനായി ഗ്രീറ്റിംഗ് അൽ മദീന ഗ്രൂപ്പിന്റെ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഞാൻ തിരഞ്ഞെടുക്കുന്നത്. Greeting Al Madina Group, door to freshness. To the beat
homes no one wants to leave. Samson and Sons, builders and developers, Trivandrum. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. എങ്ങനെ സുന്ദരിയാവാം? അതിനുവേണ്ടി കാണൂ ദുബായിലെ ഹെയർ സ്റ്റൈൽ ബ്യൂട്ടി ടിപ്സ്. നമസ്കാരം. ഇന്ന് ഹെന്ന അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഇന്ത്യൻസിന് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും ഹെന്നയോടാണ് കൂടുതൽ താല്പര്യം. കാരണം കൂടുതൽ കെമിക്കൽ ഉപയോഗിക്കേണ്ട, മറ്റ് കളേഴ്സ് ഉപയോഗിക്കേണ്ട എന്നുള്ളവർക്കെല്ലാം ഹെന്ന കളറിങ്ങിനും കണ്ടീഷനിങ്ങിനും വളരെ നല്ലതാണ് ഹെന്ന. പ്രത്യേകിച്ച് പക്ഷേ കൂടുതൽ വൈറ്റ് ഹെയർ ഉള്ളവർക്ക് ഹെന്ന കൂടുതൽ റെഡ് ഷെയ്ഡ് കൊടുക്കും. അതുമാത്രമേ ഉള്ളൂ കുഴപ്പം. പിന്നെ ഹെന്നയുടെ ആകെക്കൂടിയുള്ളൊരു ഡ്രോബാക്ക് കുറച്ച് ഹെയർ കുറച്ചൊന്ന് ഡ്രൈ ആക്കും. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഹെന്ന അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഓയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡ്രൈനെസ്സിന് ഒരു കുറവുണ്ടാവും. പിന്നെ കുറച്ചും കൂടി നന്നായിട്ടൊരു കണ്ടീഷനിങ് എഫക്റ്റ് കിട്ടും. നോർമലി ഇങ്ങനെ പറയാറുണ്ട്, ഹെന്ന ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഹെന്ന അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കളർ കിട്ടില്ല എന്ന്. അത് വെറുതെ ആണ്. ഹെന്ന ഏത് ബേസിലും കളർ കിട്ടും. അതുകൊണ്ട് ഹെന്ന എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? വളരെ നന്നായിട്ട് ഓരോ ചെറിയ ലൈൻസും എടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റൂട്ടിൽ സ്കാൽപ്പ് ടച്ച് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഹെന്ന അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ നല്ലതാണ് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈനെസ്സിന്, അല്ലെങ്കിൽ സ്കാൽപ്പും ഡ്രൈ ആവും, നമുക്ക് ഒരു ഇച്ചിങ് ഫീൽ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഹെന്ന അപ്ലൈ ചെയ്യുന്നത് കൂടുതൽ നന്നായിരിക്കും. ഇപ്പോൾ ഹെന്ന അപ്ലൈ ചെയ്യാണ് വിത്ത് എ കോട്ടൺ. ഷീ അപ്ലൈയിങ് ദ ഹെന്ന. ഇപ്പോൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് മിനിമം ഒരു 2 hours എങ്കിലും കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ 3 hours, മാക്സിമം 4 hours. പക്ഷേ ഹെന്ന ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നമ്മൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാണ് അത് നമുക്ക് സ്യൂട്ടാവുന്നില്ലെങ്കിൽ ഉടനെ തന്നെ കഴുകി കളയണം. കാരണം പലർക്കും അത് അലർജിക്കും കൂടിയാണ്. അതുകൊണ്ട് അത് പ്രത്യേകം സൂക്ഷിക്കുക. ചിലർ ഇതിങ്ങനെ പാക്ക് ചെയ്ത് അവർ തന്നെ വീട്ടിലേക്ക് പോകും. ഒരു 3-4 മണിക്കൂർ അവർ കീപ്പ് ചെയ്യും. അതിന് ശേഷം അവർ വാഷ് ചെയ്ത് കളയും. അപ്പം നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് സലൂണിൽ നിന്ന് പാക്ക് ചെയ്ത് ഇങ്ങനെ വിടും. ഗീ റൈസ് റെസ്റ്റോറന്റ് കുക്കറി ഷോയുടെ ഇന്നത്തെ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഗീ റൈസ് റെസ്റ്റോറന്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടിയെടുത്തുന്നത് ഇവിടുത്തെ മലബാർ മീൻകറിയാണ്. ഏറെ ആവശ്യക്കാരുള്ള ഒരു വിഭവമാണ്. പലതവണ ഞാനും ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ രുചിക്കൂട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമാണ്. അപ്പോൾ ഇത്രയും പറയുന്നത് വിഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെ, മലബാർ മീൻകറി. അത് ഇവിടെ ഉണ്ടാക്കി തരുന്നത് ഇവിടുത്തെ മലബാർ വിഭവങ്ങളുടെ ഉസ്താദായ സുനിൽ തന്നെയാണ്. സുനിൽ എന്നോടൊപ്പം ഉണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ് സുനിൽ. മലബാർ മീൻകറി അല്ലേ? മലബാർ മീൻകറി നെയ്മീനിലാണോ ഇത് ചെയ്യുന്നത്? നെയ്മീനിലാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് എന്തൊക്കെയാണ് ആവശ്യം? തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, സാൾട്ട്,
മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവ, കറിവേപ്പില, ഫിഷ്, വെളിച്ചെണ്ണ, മാങ്ങയുണ്ടല്ലേ? ഓക്കെ, ക്രഷ്ഡ് ചില്ലി, തേങ്ങാപ്പാൽ. ഓക്കെ, ഇത്രയുണ്ടെങ്കിൽ നമുക്ക് മലബാർ മീൻകറി റെഡിയാക്കാം. അപ്പൊ ആദ്യം എങ്ങനെയാണ്? ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, മൺചട്ടിയിലാണ് ചൂടായി അതിനുശേഷം വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ എത്ര വേണം? ഒരു 4 ടീസ്പൂൺ. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഉലുവ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ശേഷം ഗാർലിക് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. കാരണം കുറച്ച് നീളത്തിൽ വേണം. ഒരു സ്പൂൺ നീളത്തിൽ അരിഞ്ഞു വെച്ച ഗാർലിക്. അതേപോലെ ഇഞ്ചി ജൂലിയൻ എന്നല്ലേ പറയാ? അതും ഒരു സ്പൂൺ. ചില്ലി നീളത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളക്, അതും ഒരു സ്പൂൺ തന്നെയാണ്. നന്നായിട്ട് സോർട്ട് ചെയ്യാം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത് മൂന്നും നീളത്തിൽ അരിഞ്ഞു വെച്ചത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് സോർട്ട് ചെയ്യുക. അതിക്കും കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിരുന്നു. അതിനുശേഷം നമുക്ക് ഇനി സവോള അതും കാനം കുറച്ച് നീളത്തിൽ അരിഞ്ഞാണ്. എത്ര വേണം? അതിനൊരു 2 ടീസ്പൂൺ. നന്നായി സോർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് കറി ലീവ്സ് അല്ലേ? കറി ലീവ്സ്. ഇനി നമുക്ക് മസാല എന്താണ്? ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി. ഇവിടെ പൊടിച്ച മഞ്ഞൾപ്പൊടി എത്ര വേണം? 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡറാണ്, ഇവിടെ പൊടിപ്പിച്ചാണ്. അത് 1/4 ടീസ്പൂൺ. തക്കാളി ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്, അത് ഇതിനകത്തേക്ക് ഇടുകയാണ്. പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഇതിനകത്ത് ഒന്നും ചേർക്കുന്നില്ല. മാങ്ങ, തക്കാളി മറന്നു. കുറച്ച് വെള്ളം, 1 കപ്പ് വെള്ളം നന്നായിട്ട് തിളക്കണം അല്ലേ? തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഫിഷ് ഇടാം. കാരണം കുറച്ച് നീളത്തിലരിഞ്ഞ മാങ്ങ, ഇത് എത്ര ഫുൾ ഇടും? ഫുള്ളായിട്ട് ഇടുന്നു. 1 മാങ്ങ. കൂടെ തന്നെ നമുക്ക് ഫിഷ് 5 പീസ് ഫിഷ് ഉണ്ട്. നെയ്മീനാണ് ഇത്, നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻകറി ഏതാണ്ട് തിളച്ച് ഏകദേശം വെന്തു. ഇനി അതിനകത്തേക്ക് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാലാണ്, ഒട്ടും വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്തിരിക്കുന്ന 1-ാം പാൽ. ഇനിയൊന്ന് ചെറുതായിട്ട് ഒരൊറ്റ തിള വന്നാൽ മതി അല്ലേ? അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. തിളക്കേണ്ട ആവശ്യമില്ല, ചൂടായാൽ മതി. അതിനുശേഷം താളിച്ചിടും. തിളച്ചു, ഇനി നമുക്ക് താളിക്കാം അല്ലേ? അപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെയാണ് താളിക്കുന്നത്. മീൻകറിക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, ചൂടായി. ഇനി കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കറി ലീവ്സ്, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇവിടെ പൊടിച്ച കാശ്മീരി മുളക് പൊടി, ഒരു കളറിന്. ഓക്കെ, ലേശം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നു. ഒരു നുള്ള്. നമുക്കിനി താളിക്കാം. ഗീ റൈസ് സ്പെഷ്യൽ മലബാർ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഉഗ്രൻ മലബാർ മീൻകറി, ഗീ റൈസ് സ്പെഷ്യൽ മലബാർ മീൻകറി ഇവിടെ റെഡി ആയിരിക്കണം. വളരെ കളർഫുള്ളാണ്. താളിച്ചപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്തിരുന്നതുകൊണ്ട് അത് എണ്ണയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തെടുപ്പുണ്ട്. അതുകൊണ്ട് കാണാൻ നല്ലതാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നല്ലൊരു കിടിലം മീൻകറി, പറയാതിരിക്കാൻ വയ്യ. അസാധ്യ ടേസ്റ്റ്, വളരെ റിച്ച് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും ചെറിയ കാര്യങ്ങൾ, എപ്പോഴും കിട്ടുന്ന കാര്യങ്ങൾ, പക്ഷേ വളരെ നല്ല രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്നു. ഉഗ്രൻ എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത്യുഗ്രൻ മീൻകറി എന്ന് തന്നെ പറയണം. ഇത് നല്ലൊരു ചെമ്പാവരി ചോറിനോടൊപ്പം അല്ലെങ്കിൽ പുഴുങ്ങിയ കപ്പയ്ക്കൊപ്പം നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. നല്ലൊരു മീൻകറി, എല്ലാവരും ട്രൈ ചെയ്യുക. ഫോക്കസിനെ
ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി കഴിഞ്ഞു. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കേണ്ട വിലാസം focus123@gmail.com. വീണ്ടും അടുത്ത ആഴ്ച കാണാം. Until then, it's me Sri signing off. Take care. Hotel Joyce Palace Focus. This program is sponsored by ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്ക് തിരുവനന്തപുരം, Region Lake Palace Hotel, Neendakara, Kollam, Kerala. Samson and Sons, Builders and Developers, Trivandrum. Periyar Rice. Feltron, the future is on. Greeting Al Madina Group. Door to freshness. Dwaraka Vegetarian Restaurant, Sharjah.